കൊച്ചി നഗരത്തിൽ ശക്തമായ മഴയാണ്. നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പരിസരത്തും ശക്തമായ മഴയാണ് പെയ്യുന്നത്. തോപ്പുംപടിയിൽ ബസിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് ചേരുന്നത്. ഷീന, വലിയ മഴയാണ്, പലയിടത്തും വെള്ളക്കെട്ടും വെള്ളം കയറലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിമാനത്താവളത്തിന്റെ പരിസരത്തും വലിയ മഴയെന്ന് പറയുമ്പോൾ വിമാനം അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ ഗതാഗതത്തിന്? അതുപോലെ മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, ഇന്നലെ അർദ്ധരാത്രി മുതലാണ് കൊച്ചി നഗരത്തിൽ ശക്തമായ മഴ ആരംഭിച്ചത്. ആ മഴയിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ തുള്ളിക്കൊരു കുടം എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ് കൊച്ചിയുടേത്. ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല എന്നുള്ളത് തന്നെയാണ്. കൊച്ചി നഗരത്തിൽ റോഡുകളിൽ എല്ലാം തന്നെ വെള്ളക്കെട്ടാണ്. കളമശ്ശേരി റോഡിൽ കാക്കനാട്, എടപ്പള്ളി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെല്ലാം വെള്ളക്കെട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൗൺ ഹാളിലാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ടൗൺ ഹാളിലുമുണ്ട് വെള്ളം. ടൗൺ ഹാളിനകത്താണ് ഇത്രയധികം വെള്ളം ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പരിസരത്തും ഇത്തരത്തിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അവിടെ കനത്ത മഴയെ തുടർന്ന് കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയാതെ 3 വിമാനങ്ങളാണ് സമീപ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടത്. മുംബൈയിൽ നിന്നെത്തിയ ആകാശ എയർ വിമാനം, 11:45 അഗത്തിയിൽ നിന്നെത്തിയ അലയൻസ് എയർലൈൻസ് വിമാനം, അതേപോലെ തന്നെ 12:50 മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം എന്നിവയാണ് വഴിതിരിച്ചു വിട്ടത്. പിന്നീട് തൊട്ട് മുൻപാണ്, 1 മണിക്കൂർ മുൻപാണ് ഈ വിമാനങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ മടങ്ങിയെത്തി തുടർ സർവീസുകൾ നടത്തിയത്. അതുപോലെ തന്നെ പലയിടത്തും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. തോപ്പുംപടിയിലാണ് ബസ്സിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണ് ഒരു വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ പലയിടങ്ങളിലും റോഡുകളിലേക്ക് മരങ്ങൾ വീണുമൊക്കെ അപകടവും സംഭവിക്കുന്നുണ്ട്. എടപ്പള്ളി ടോളിലും MG റോഡ് മെട്രോ സ്റ്റേഷനിലുമൊക്കെ വൻ വെള്ളക്കെട്ട് തന്നെയാണ് ഇപ്പോഴും രൂപപ്പെട്ടിരിക്കുന്നത്. സ്വാതി.